വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സോൾഡറിങ് ഓൺ എ ഷീറ്റ് മെറ്റൽ ജോയിന്റ്? ഒരു ഷീറ്റ് മെറ്റൽ ജോയിന്റ്സ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഷീറ്റ് മെറ്റൽ ജോയിന്റിന് ശേഷം സോൾഡറിങ് ചെയ്യുന്നതിന്റെ പർപ്പസ് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻ എ പറയുന്നത് ടു അവോയ്ഡ് ബെൻഡ്, ഓപ്ഷൻ ബി പറയുന്നത് ടു അവോയ്ഡ് ക്രാക്ക്, ഓപ്ഷൻ സി പറയുന്നത് ടു അവോയ്ഡ് ലീക്ക്, ഓപ്ഷൻ ഡി പറയുന്നത് ടു മേക്ക് സ്ട്രെങ്ത്ലെസ്. അപ്പോൾ നമ്മൾ ഷീറ്റ് മെറ്റൽ ജോയിന്റ്സ് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജോയിന്റ്സ് പഠിക്കാനുണ്ട്. മെക്കാനിക്കലിന്റെ പാർട്ട് പഠിക്കുന്നവർക്ക് അറിയാൻ പറ്റും. നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജോയിന്റ്സ്, ഷീറ്റ് മെറ്റൽ ജോയിന്റ്സ് ഉണ്ട്, വെൽഡിംഗ് ജോയിന്റ്സ് ഉണ്ട്, റിവറ്റഡ് ജോയിന്റ്സ് ഉണ്ട് അല്ലെ. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജോയിന്റ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ജോയിന്റുകളിൽ ഷീറ്റ് മെറ്റൽ ജോയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സോൾഡറിങ് ചെയ്യുന്നത്, ഷീറ്റ് മെറ്റൽ ജോയിന്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ജോയിന്റ്സിൽ സോൾഡറിങ് ചെയ്യുന്നതിന്റെ പർപ്പസ് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മൾ ഷീറ്റ് മെറ്റൽ ജോയിന്റ്സിന്റെ ഉള്ളിൽ സോൾഡറിങ് ചെയ്യുന്നത് ഒരിക്കലും സ്ട്രെങ്ത് കൂടുതൽ കിട്ടാൻ വേണ്ടി മാത്രമല്ല, ഈ ജോയിന്റ്സിന്റെ ഇടയിലൂടെ നമ്മൾ വലിയ ടാങ്ക് അതേപോലെ തന്നെ കണ്ടെയ്നറുകൾ അങ്ങനെയൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ലിക്വിഡ് ആണെങ്കിലും ഗ്യാസ് ആണെന്നുണ്ടെങ്കിലും അത് ഈ ഒരു ഗ്യാപ്പിലൂടെ, ജോയിന്റ്സിന്റെ ഗ്യാപ്പിലൂടെ ലീക്ക് ഔട്ട് ആകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഈ ലീക്ക് ഔട്ട് തടയുന്നതിന് വേണ്ടിയിട്ട്, അതിൻ്റെ ഉള്ളിൽ നിന്ന് ലീക്കേജ് ആവുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, ടു അവോയ്ഡ് ലീക്കേജ് എന്ന് വേണമെങ്കിൽ പറയാം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ജോയിന്റ്സിൽ സോൾഡറിങ് ചെയ്യുന്നത്. ഒരു ലോ മെൽറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു അലോയ് മെറ്റീരിയൽ കൊണ്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യും, സോൾഡറിങ് ചെയ്ത് കൊടുക്കും. സോ അതാണ് പറയുന്നത് കേട്ടോ. സോൾഡറിങ് ഫിൽസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ഷീറ്റ് മെറ്റൽ ജോയിന്റ്സ് യൂസിങ് ലോ മെൽറ്റിംഗ് അലോയ്. ദിസ് പ്രിവെന്റ് ദ പാസേജ് ഓഫ് ലിക്വിഡ് ഓർ ഗ്യാസസ് വിച്ച് ഈസ് എക്സ്പെഷ്യലി ഇമ്പോർട്ടൻറ്റ് ഇൻ കണ്ടെയ്നേഴ്സ്, ഡക്ട്സ് ആൻഡ് ടാങ്ക്സ് അല്ലെ. കണ്ടെയ്നേഴ്സും ഡക്റ്റും ടാങ്ക്സിലൊക്കെ ലീക്ക് ആകുക എന്ന് പറയുന്നത്, ലീക്ക് ആകാതെ അത് തടഞ്ഞു നിർത്തുക അല്ലെങ്കിൽ അവിടെ ലീക്ക് പ്രൂഫ് ആക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ, ഇൻഡസ്ട്രിയൽ പർപ്പസ് നോക്കുന്ന സമയത്ത്. സോ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ലീക്ക് ജോയിന്റ്സിൽ സോൾഡറിങ് ചെയ്യുന്നത് അല്ലെ. സോൾഡറിങ് ഈസ് നോട്ട് മീൻ ടു ഇൻക്രീസ് സ്ട്രെങ്ത്, ഇറ്റ് ഈസ് മെയിൻലി ഫോർ സീലിംഗിന് വേണ്ടിയിട്ടാണ് സോൾഡറിങ് നോർമലി ഈ ഒരു ഷീറ്റ് മെറ്റൽ ജോയിന്റ്സിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഓപ്ഷൻ സി ആണ് അല്ലെ, ടു അവോയ്ഡ് ലീക്ക് ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഫസ്റ്റ് വൺ ടു അവോയ്ഡ് ബെൻഡ്, സെക്കൻഡ് ക്രാക്ക്, തേർഡ് ലീക്ക്, ടു അവോയ്ഡ് ലീക്ക് ആയിരുന്നു. ദെൻ ടു മേക്ക് സ്ട്രെങ്ത്ലെസ് ആയിരുന്നു. പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ടു അവോയ്ഡ് ലീക്ക് ആണ് വരിക.